തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദം ആ, ഒരു ഒരു ആശങ്കയ്ക്ക് കാരണമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിരാശയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു ഇല്ല. അപ്പോ അങ്ങ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടുള്ള ഉണ്ടായ വിവാദമാണ്. അതൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം ഞാന് കഴിഞ്ഞ 2019 മുതൽ മേയറായി പ്രവർത്തിച്ച് അന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണമായിട്ടാണ് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത്. അതിനുശേഷം ഇന്ന് വരെ ഏതാണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. വട്ടിയൂർക്കാവിൽ മുടങ്ങിക്കിടന്ന പല വികസന പരിപാടികളും ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അടക്കം, പേർക്കട മേൽപ്പാലം അടക്കം നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെയും ഒരു കളങ്കമോ ആരോപണങ്ങളോ ആക്ഷേപമോ ഇല്ലാതെയാണ് ഈ 7 വർഷവും MLA ആയി പ്രവർത്തിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒരു വിവാദം വന്നത് സ്വാഭാവികമായിട്ടും കളങ്കപ്പെടുത്തണം എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ആ വിവാദങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വിവാദം കൊണ്ടുവന്ന് അതിനെ വേറൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോയി അപകീർത്തിപരമായിട്ടുള്ള പല സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് കളങ്കിതമാക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും MLA എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനം അറിയാം. എൻ്റെ നവമാധ്യമ പേജൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയ വിമർശനങ്ങളല്ല ഞാൻ പ്രധാനമായിട്ടും, എന്നോട് പലരും ആക്ഷേപമായി പറഞ്ഞൊരു കാര്യം അതാണ്, താങ്കൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷേ ഞാനത് പൊതുവായിട്ട് MLA എന്ന നിലയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും വികസന കാര്യങ്ങളുമാണ് മുഖ്യമായും അതിൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണം അങ്ങ് പറഞ്ഞതുപോലെ ഒരു കളങ്കിതമാക്കുക, അതുവഴി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടത്താൻ വേണ്ടി കഴിയുമോ? അതിനാണ് അവർ പരിശ്രമിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലമാണ് കാരണമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. അല്ലാതെ വേറൊരു കാര്യം പറയാനില്ല. എങ്കിൽ നേരത്തെ പറയുമായിരുന്നല്ലോ. അപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിന്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഈ ഈ ഒരു വിവാദം ഓക്കെ അങ്ങനെ ആശങ്കപ്പെടുത്തുന്നില്ല എങ്കിലും പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ ഓക്കെ ഇത് നമുക്ക് ക്യാമ്പയിനിങ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും എന്നുള്ളത് സൂചന. കാരണം ഇപ്പോൾ ശ്രീലേഖ റിട്ടയർഡ് IPS അവരുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം അതിനുശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ശ്രീലേഖ IPS റിട്ടയർഡ് IPS പറഞ്ഞത് മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത് എന്നാണ് പറഞ്ഞത്. ഒരു 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 ഒപ്പീനിയൻ പോലെ ചോദിച്ചു എന്ന് മാത്രമാണ്, ഇത്രയും വിവാദമാകേണ്ടതില്ലായിരുന്നു എന്ന ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്, അതിനിടയിൽ വരുന്നുണ്ട്. അല്ല, അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും മാഡവുമായിട്ടും നല്ല പരിചയമുണ്ട്. നേരത്തെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിവാഹ ചടങ്ങിനുമൊക്കെ ഞാൻ പൂർണ്ണമായും പങ്കെടുക്കുക, മാഡം തന്നെ അത് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിവസം ഇതേ കണക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഓഫീസ് സൗകര്യക്കുറവാണ്. അപ്പോൾ ആദ്യം സൗഹൃദമായി പറഞ്ഞതുപോലെ തന്നെയാണ് സംസാരിച്ചത്. ഞാനും വളരെ സന്തോഷപൂർവ്വമാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. പക്ഷേ വിഷയം മാറി, ഓഫീസ് ഒഴിഞ്ഞു തരണം, എനിക്ക് ആ മുറി സൗകര്യമില്ല, എനിക്കത് MLA റൂം കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെയല്ലേ പറയാൻ വേണ്ടി കഴിയൂ. അപ്പം നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങൾ മാറിത്തരണം എന്ന് പറയുമ്പോൾ അത് സൗഹൃദഭാവത്തിലായാലും ധിക്കാരഭാവത്തിലായാലും എങ്ങനെ മറുപടി പറയണം? ഓക്കെ. അപ്പോൾ ആ നിലയിലാണ് അത് സംഭാഷണം അവസാനിപ്പിച്ചത്. പറ്റില്ല, അത് എനിക്ക് മാർച്ച് മാസം 31 വരെ നിയമാനുസൃതമായി അവിടെ തുടരാം, അതിനുള്ള എഗ്രിമെന്റ് നഗരസഭയുമായിട്ട് വെച്ചിട്ടുണ്ട്. ആ നിലയിൽ വർത്തമാനം പറഞ്ഞ് അത് സാധിക്കില്ല എന്നുള്ള എൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് പുറത്തു വന്നത് MLA കൊടുത്തു എന്നതിലേക്കാണ് ഇപ്പോഴത്തെ പ്രചരണം. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ മണ്ഡലം കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയും അവരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വിളിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു തെളിവായിട്ട് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്, പിറ്റേന്ന് പഴയ കൗൺസിലർ തന്നെ ആ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂടി സാന്നിധ്യത്തിലാണ് മാഡം വിളിക്കുന്നതെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത് വെറും ഒരു സൗഹൃദ സംഭാഷണം അല്ലല്ലോ. അപ്പോ BJP തിരുവനന്തപുരം നഗരസഭയിൽ വന്നപ്പോ അവിടെ കഴിഞ്ഞ 7 വർഷക്കാലം MLA ഓഫീസ് തുടരുകയാണല്ലോ. BJPയുടെ കൗൺസിലർ 5 വർഷമായിട്ട് അവിടെ ഉണ്ട്. അതിനു മുമ്പ് LDFന്റെ കൗൺസിലർ ആയിരുന്നു. അവർക്കെല്ലാം അവരുടെ കാര്യങ്ങൾ നടത്താനും ഓഫീസ് നിർവഹണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ BJPയുടെ കൗൺസിലറും ഇപ്പുറത്തെ LDFന്റെ ഒരു MLAയും ഇരുന്നിട്ട് പോലും ഒരുവിധ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഇത്രയും നാൾ മുന്നോട്ട് പോയി. അപ്പൊ ഇപ്പൊ എന്താണ് ഒരു അസൗകര്യം വരുന്നത്? അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ 7 വർഷം അവിടുത്തെ കൗൺസിലർമാർ ഇരുന്നല്ലോ അവിടെ.